നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. മറ്റൊരു യുദ്ധം ഒഴിവാക്കാനുള്ള നിർണായക ചർച്ചകളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. ഇറാനും അമേരിക്കയും ഇന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് മസ്കറ്റിൽ ചർച്ച ചെയ്യും. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് അസന്നിഗ്ധമായി അമേരിക്ക പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ടെഹ്റാനിലെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുമുള്ള ചർച്ചകളുണ്ടാകും. എന്തായാലും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ വിളിപ്പാട് അകലെയുണ്ട് അമേരിക്കയുടെ യുദ്ധപ്പട. ദേശീയതലത്തിലേക്ക് വരുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും അശാന്തിയാണ്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ സങ്കീർണമാണ്. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതീവ ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്നു. UDFന്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കേരളത്തിലെത്തും. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ കോൺഗ്രസ്, 3 MP-മാർക്ക് മത്സരിക്കാൻ ഇളവ്. കെ സുധാകരൻ കണ്ണൂരിലും MK രാഘവൻ കോഴിക്കോടും അടൂർ പ്രകാശ് കോന്നിയിലും മത്സരിച്ചേക്കും. പ്രഖ്യാപനം 2 ദിവസത്തിനകം. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കിന്ന് കാസർഗോഡ് തുടക്കം. കുമ്പളയിൽ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. യാത്ര കേരളത്തെ വീണ്ടെടുക്കാനെന്ന മുദ്രാവാക്യവുമായി LDFന്റെ വികസന മുന്നേറ്റ യാത്ര തുടരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കേരളത്തിൽ. സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി ദിനങ്ങൾ 5 ആക്കുന്നതിൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന്. അനുകൂലിച്ച് സർവീസ് സംഘടനകൾ. നടപടി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷം. അമേരിക്ക ഇറാൻ നിർണായക ചർച്ച ഇന്ന് ഒമാനിൽ. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടിയെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾ. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടരുന്നു. സംഘർഷമുള്ള കുക്കി മേഖലയിൽ ഇന്ന് സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ. ഉപമുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ 6ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 1 മണി മുതൽ. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചാമ്പ്യന്മാർ. തുടർച്ചയായി 4ാം തവണ ഫൈനലിൽ തോറ്റ് ഡൽഹി. ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകളിലേക്കാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സജീവ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും ജാഥകളിലേക്കൊക്കെ കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MP-മാർക്ക് മത്സരിക്കാൻ കോൺഗ്രസിൽ ഇളവ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കെ സുധാകരൻ, അതുപോലെ തന്നെ MK രാഘവൻ, അടൂർ പ്രകാശ് എന്നിവർ മത്സരിച്ചേക്കും. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവാണ്. വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, നേരത്തെ AICC തീരുമാനിച്ചിരുന്നത് MP-മാർക്കൊന്നും ഇളവ് നൽകേണ്ട എന്നുള്ളതാണ്. അതായത് അനാവശ്യമായ ചെലവാണ് MP-മാർ മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ 3 MP-മാർക്ക് മത്സരിക്കാൻ ഇളവുണ്ടായേക്കുമെന്നുള്ള വാർത്ത വരുന്നത്? പ്രത്യേകിച്ച് ഈ 3 MP-മാർ നേരത്തെ തന്നെ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നല്ലോ. അമ്പിളി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കളം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിന് വേണ്ട എല്ലാ വിട്ടുവീഴ്ചകളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് നേരത്തെ തന്നെ നമുക്കറിയാം, VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ മത്സര രംഗത്തേക്ക് MP-മാരെ എത്തിക്കുന്ന കാര്യത്തിൽ മാത്രം അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല എങ്കിൽ തന്നെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യം UDF അല്ലെങ്കിൽ UDF കാര്യത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴായി വാർത്താ സമ്മേളനങ്ങളടക്കം വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നിഷേധിച്ചിരുന്നു എങ്കിൽ തന്നെയും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നൊക്കെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വാർത്തയായി ഇപ്പോൾ 3 MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത അമൃത TV ബ്രേക്ക് ചെയ്യുന്നത്. അത് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇളവ് നൽകും
എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനം കണ്ണൂരിൽ കെ സുധാകരൻ നിയമസഭയിൽ മത്സര രംഗത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മത്സരത്തിന് തയ്യാറാണ് എന്ന കാര്യമടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് നോർത്തിൽ MK രാഘവൻ മത്സര രംഗത്തുണ്ടാകും എന്ന കാര്യമാണ്. ഒപ്പം തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ്, നമുക്കറിയാം അടൂർ പ്രകാശിന്റെ മുൻ മണ്ഡലം കൂടിയാണ് കോന്നി. അടൂർ പ്രകാശ് മത്സര രംഗത്ത് നിന്നും മാറിയതിനു ശേഷമാണ് അവിടെ KU ജനീഷ് കുമാർ ജയിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അടൂർ പ്രകാശ് വീണ്ടും കോന്നിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 3 MP-മാർക്ക് മത്സരത്തിന് ഇളവ് നൽകാൻ കോൺഗ്രസിൽ തീരുമാനമാകുന്നു എന്നതാണ്. അത് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പ്രഖ്യാപനമടക്കം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയടക്കം വരാൻ പോവുകയാണ്. ആ യാത്രയിലടക്കം ഇതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ്. 2 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്നും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നത് തന്നെയാണ്. നേരത്തെ തന്നെ പലപ്പോഴായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം MP-മാരെ മത്സരരംഗത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ MP-മാരെ മത്സര രംഗത്തേക്ക് എത്തിക്കുന്നത് അധിക ചിലവാണ് എന്ന കാര്യത്തിൽ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങളടക്കം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത് MP-മാരുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലടക്കം ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു. MP-മാർ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ഇല്ല എന്ന കാര്യം തന്നെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നത്. MP-മാർ മത്സര രംഗത്തുണ്ടാകും. ഏറ്റവും പ്രധാനമായി ഈ 3 MP-മാരുടെ കാര്യത്തിൽ ഇളവ് നൽകാൻ ഹൈക്കമാൻഡിൽ തീരുമാനമായിട്ടുണ്ട് എന്ന വിവരമാണ്. അതിൽ ഒരു തവണ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ. രജിത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അടൂർ പ്രകാശ് MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അടൂർ പ്രകാശ് MP, ഇന്ന് UDF-ന്റെ ജാഥ ആരംഭിക്കുന്ന സമയമാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന പകുതി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ വരുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. താങ്കൾ മത്സരരംഗത്തേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സൂചനകൾ താങ്കൾ നേരത്തെ മത്സരിച്ചിരുന്ന മണ്ഡലം തന്നെയായിരുന്നു, അതായത് കോന്നിയിൽ താങ്കൾ മത്സരിച്ചേക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി താങ്കൾ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മത്സരരംഗത്ത് ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമ്പോൾ താങ്കൾ അതിലുണ്ടാകുമോ? അങ്ങനെ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നത്. അവര് ഒരു തീരുമാനം എടുക്കാതെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് വന്നതിന് ശേഷമാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം. ശ്രീ അടൂർ പ്രകാശ്, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോന്നി ഇടതുപക്ഷത്തിൽ നിന്ന് താങ്കളാണ് അത് വർഷങ്ങളായി UDF-ൽ നിലനിർത്തി പോകുന്ന മണ്ഡലം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലകളിലും ആളുകളെ മത്സരിക്കാൻ വേണ്ടി ഇടുന്നത് തന്നെ വിന്നബിലിറ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ വിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഒരു പഠനത്തിലൂടെ ആരൊക്കെയാണ് അതിന് പറ്റുന്ന ആളുകൾ എന്ന് നടത്തിയതിന് ശേഷം മാത്രമാണ് അതേക്കുറിച്ചൊരു തീരുമാനം കൈക്കൊള്ളത്തുള്ളൂ. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അത് എല്ലാം അതിന്റെ ഒരു ക്ലിയറൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുകയും അന്ന് MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് MP-മാർ ആരും മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ അഭിപ്രായം എന്നുള്ളത് മാത്രമല്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനത്തിന് പകരമായി ഒരു തീരുമാനം UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ ശിരസ വഹിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ പറയാനുള്ള ഏക കാര്യം.
ശ്രീ അടൂർ പ്രകാശ്, എന്തായാലും UDF-ന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഈ ആഴ്ച തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ പകുതി മണ്ഡലങ്ങളിലെയും? അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിയോ? അതായത് കോൺഗ്രസ് ഒരു പടി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട്. ആ രീതിയിലൊക്കെ എങ്ങനെയാണ്? അല്ല, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരുമായി എല്ലാവരുമായി തീരുമാനം, അത് എത്രയും വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. നിലവിലുള്ള MLA-മാർ ആരൊക്കെ മത്സരിക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരിക്കാനുള്ള സീറ്റുകൾ, അത് കൂടാതെ ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ മുതിർന്ന എല്ലാവരും കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ അടൂർ പ്രകാശ് MP ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കോന്നിയിൽ അടൂർ പ്രകാശ് MP മത്സരിക്കുമെന്നുള്ള തീരുമാനം ഉടനടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ അദ്ദേഹം ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. എന്നാൽ MP-മാർ ആരും മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ളതിനും അദ്ദേഹം ഒരു ഉറപ്പ് പറയുന്നില്ല. നമുക്കറിയാം, സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് മത്സരിക്കാൻ മോഹവുമായി പല MP-മാരും രംഗത്തെത്തിയിരുന്നു. രജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ K. സുധാകരൻ മത്സരിക്കാൻ കണ്ണൂരിൽ താല്പര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കോന്നിയെക്കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുത്ത് ആ മണ്ഡലം നിലനിർത്തിയത് അടൂർ പ്രകാശാണ്. ഒപ്പം തന്നെ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ MK രാഘവന്റെ ഒരു സ്വാധീനം അറിയാം. ആ രീതിയിലൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ഇപ്പം തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. വിന്നബിലിറ്റിയാണ് തങ്ങളുടെ ആദ്യ പ്രാമുഖ്യം നൽകുന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അതായത് വിജയ സാധ്യത തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കോൺഗ്രസിന് സീറ്റ് നേടാൻ കഴിയുമോ, നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് അടൂർ പ്രകാശ് കോന്നിയിൽ കാലങ്ങളായി UDF-ന്റെ സീറ്റ് നിലനിർത്തി വന്ന MLA ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സര രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നു. ജനീഷ് കുമാർ ആ സീറ്റ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തിരികെ പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ തന്നെ കോന്നിയിലേക്ക് നിയോഗിക്കുമെന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. അതേ സമയത്ത് തന്നെയാണ് K. സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്ന സൂചനകൾ ലഭിക്കുന്നത്. അതിൻ്റെ സൂചന എന്ന വണ്ണം സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും അത് ഹൈക്കമാൻഡിലേക്ക് വിടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെയാണ് MK രാഘവൻ. കോഴിക്കോട് നോർത്ത് നമുക്കറിയാം, കോഴിക്കോട് നേരത്തെ ഇടതുപക്ഷമാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിലെ ഒരു സാഹചര്യം അനുകൂലമാക്കി എടുക്കുക എന്നത് തന്നെയാണ് MK രാഘവനെ അവിടെ മത്സരിപ്പിക്കുന്നതിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത്. MK രാഘവന്റെ ജനപ്രീതി അടക്കം വ്യക്തമാണ്. ആ ജനപ്രീതി ഈ കോഴിക്കോട് നോർത്തിൽ അത് തങ്ങൾ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. അത് അത്തരത്തിൽ മത്സര രംഗത്തേക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത്യാവശ്യമായ MP-മാരെ കൂടി മത്സരിപ്പിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനമുണ്ടാകുക. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ വിജയം വയ്ക്കുക, ഒപ്പം തന്നെ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നീക്കുപോക്കുകളിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കോന്നിയിൽ അടൂർ പ്രകാശും അതുപോലെ തന്നെ കോഴിക്കോട് നോർത്തിൽ MK രാഘവനും MP-മാരിൽ നിന്നും മത്സര രംഗത്തേക്ക് എത്തുന്നു എന്ന കാര്യം കൃത്യമാണ്. കാരണം അല്പം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കാര്യങ്ങളൊക്കെയും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോഴും വിജയ സാധ്യത തന്നെയാണ് ഈ തീരുമാനങ്ങളുടെ ഏറ്റവും പ്രധാന കാര്യം എന്ന കാര്യം കൂടി അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. അമ്പിളി, രജിത്ത്, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടനുണ്ടാകുമെന്നാണ്, പ്രത്യേകിച്ച് ഈ VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് കാസർഗോഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ആഴ്ച തന്നെ, അതായത് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പകുതി സ്ഥാനാർത്ഥികളുടെയും പട്ടിക ഉടനുണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഈ 3 പേരുടെയും പേരിനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായും MP-മാരുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ KPCC ഒരു കൃത്യത വരുത്തിയിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനടക്കം അദ്ദേഹം വ്യക്തമാക്കിയത് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. അത്തരത്തിലുള്ള ചില നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ചർച്ചകളിൽ യോഗത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുമ്പോഴും MP-മാർ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു മറുപടിയാണ് നൽകിയത്. അതിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് ഈ MP-മാരുടെ പേരുകൾ കൂടി ഒരു പക്ഷേ കോൺഗ്രസിന്റെ ആദ്യഘട്ട ലിസ്റ്റിൽ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ലിസ്റ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ വ്യക്തമാക്കിയാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് സജീവമായി എത്തിയത് കോൺഗ്രസ് ആയിരുന്നു. ഒപ്പം തന്നെയാണ് ഇന്ന് പുതുയുഗ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ആ പുതുയുഗ തന്നെ വിജയ സാധ്യത തന്നെയാണ്. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MP-മാർക്ക് മത്സരിക്കാൻ കോൺഗ്രസിൽ ഇളവ്. K. സുധാകരൻ, അതുപോലെ തന്നെ MK രാഘവൻ, അടൂർ പ്രകാശ് എന്നീ 3 MP-മാർ മത്സരിച്ചേക്കുമെന്നുള്ളതാണ് അമൃത ന്യൂസ് പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. എന്തായാലും കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 MP-മാർക്ക് ഹൈക്കമാൻഡ് ഇളവ് നൽകുകയാണെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് വരുമ്പോൾ സുധാകരൻ്റെതും, അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ MK രാഘവൻ്റെതും, പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അടൂർ പ്രകാശിൻ്റെയൊക്കെ വ്യക്തിപ്രഭാവം, ഈ നേതാക്കളുടെ സ്വാധീനം, അങ്ങനെ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തീരുമാനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. എന്തായാലും UDF നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് തുടക്കമാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പുതുയുഗ യാത്ര ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യവുമായാണ് പുതുയുഗ യാത്ര പ്രയാണം ചെയ്യുന്നത്. സർക്കാരിന്റെ ഭരണപരാജയങ്ങളും ജനദ്രോഹ നടപടികളും അടക്കം യാത്രയിലൂടെ തുറന്നു കാട്ടും. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നു. അനൂപ്, ഇന്നാണ് UDF-ന്റെ, അതായത് സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് 3 രാഷ്ട്രീയ പാർട്ടികളും വളരെ ഗൗരവത്തോടെ സജീവമായി കടക്കുന്ന ഒരു സമയമാണ്. LDF-ന്റെ യാത്ര പുരോഗമിക്കുകയാണ്. തൊട്ടു പിന്നാലെ UDF-ന്റെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് അമ്പിളി? രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ചൂട് പിടിപ്പിക്കുന്ന UDF-ന്റെ യാത്രയാണ് ഇന്ന് തുടങ്ങുന്നത്. UDF നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വൈകിട്ട് 4 മണിയോടുകൂടി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്ന് തുടങ്ങുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും അതിനായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. പല കേന്ദ്രങ്ങളിലും വിളംബര ജാഥകളടക്കം പുതുയുഗ യാത്രയ്ക്ക് ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും എല്ലാം ചേർന്നുള്ള വിളംബര ജാഥകളടക്കം പലയിടങ്ങളിലും നടന്നു കഴിഞ്ഞു. എന്തായാലും സർക്കാരിനെതിരെയുള്ള വലിയൊരു പ്രചരണ ആയുധമായി മാറും ഈ UDF നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര എന്ന കാര്യത്തിൽ സംശയമില്ല. അഴിമതിക്കെതിരെ, അതുപോലെ തന്നെ കേരള ജനതയെ ദ്രോഹിക്കുന്ന സർക്കാരിനെ താഴിറക്കുക, ഇതിനുള്ളൊരു പടയോട്ടമായി പുതുയുഗ യാത്ര മാറുമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, വികസന മുരടിപ്പ്, സംസ്ഥാനത്തെ പിന്നോട്ടടുപ്പിച്ച മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കത്തി നിൽക്കുന്ന ശബരിമല സ്വർണ്ണ കൊള്ള, കൂടാതെ കൊണ്ട് പയ്യന്നൂരിലെ CPM-ന്റെ ഫണ്ട് വിവാദമടക്കം എടുത്തു കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചരണമായിരിക്കും CPM-നും LDF-നും സർക്കാരിനുമെതിരെ ഈ പുതുയുഗ യാത്രയിലൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിടുക. ഇതിലൂടെ വലിയൊരു ജനമുന്നേറ്റം സൃഷ്ടിച്ച് UDF-ന് അനുകൂലമാക്കി മാറ്റുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള ആ ഒരു സാഹചര്യം UDF നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് തുടക്കമാവുക. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് ഈ പുതുയുഗ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്ക് പ്രയാണമുണ്ടാവുക. സർക്കാരിന്റെ ഭരണപരാജയങ്ങളും ജനദ്രോഹ നടപടികളും അടക്കം യാത്രയിലൂടെ തുറന്നു കാട്ടാനാണ് UDF ഉദ്ദേശിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനൂപ് നീലേശ്വരം.
അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ തുടരുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയുടെ ആദ്യ സ്വീകരണം മുക്കത്ത് നടക്കും. കേരളം കഴിഞ്ഞ 10 വർഷം നേടിയ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനും പൊതുജനങ്ങളുമായി വികസന കാഴ്ചപ്പാടുകൾ സംവദിക്കുന്നതിനുമായാണ് വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത്. നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുക്കം PC ജംഗ്ഷനിൽ നിന്ന് ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും തുറന്ന വാഹനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് ആനയിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP നയിക്കുന്ന ജാഥ വൈകിട്ട് 3-ന് പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അടൂര്, തിരുവല്ല എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കോട്ടയം ജില്ലാ അതിർത്തിയായ ചങ്ങനാശ്ശേരിയിലെത്തും. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 14-ന് വൈകിട്ട് മറൈൻ ഡ്രൈവിൽ വികസന മുന്നേറ്റ ജാഥ സമാപിക്കും. ജോസ് കെ മാണി MP നയിക്കുന്ന LDF മധ്യമേഖലാ ജാഥ ഫെബ്രുവരി 7, 8, 9 തീയതികളിലാണ് കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുക. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. കോട്ടയത്തും പാലായിലും പ്രമുഖ വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ചകളും ജാഥയുടെ പര്യടന പരിപാടിയുടെ ഭാഗമായി നടക്കും. ഇന്ന് പത്തനംതിട്ടയിൽ നിന്നും ആരംഭിക്കുന്ന LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ശനിയാഴ്ച വൈകുന്നേരം 4-ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം നൽകും. തുടർന്ന് കോട്ടയം ടൗണിലെത്തുന്ന ജാഥയ്ക്ക് തിരുനക്കര മൈതാനത്ത് കോട്ടയം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം ഒരുക്കും. 8-ാം തീയതി കോട്ടയം ബെസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ ജാഥ ക്യാപ്റ്റനും സഹനേതാക്കളും കോട്ടയത്തെയും പരിസര നിയോജകമണ്ഡലങ്ങളിലെയും പൗരപ്രമുഖരും തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. 10:30-ന് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പാമ്പാടി, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഏറ്റുമാനൂർ, 4 മണിക്ക് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ കുറവലങ്ങാട്, 5 മണിക്ക് വൈക്കം ബോട്ടിച്ചെട്ടി എന്നിവിടങ്ങളിൽ ജാഥ എത്തിച്ചേരും. 9-ന് രാവിലെ പാല സൺസ്റ്റാർ ഓഡിറ്റോറിയത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി ജാഥാംഗങ്ങൾ സംവദിക്കും. 10 മണിക്ക് പാലാ ടൗൺ, 11:30-ന് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പൊൻകുന്നം, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മുണ്ടക്കയം എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇടത് സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും UDFന്റെയും BJPയുടെയും വികസന വിരുദ്ധ നിലപാടുകളും സർക്കാരിനെതിരെയുള്ള നുണപ്രചരണങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുവാനുമാണ് ജാഥ ലക്ഷ്യമിടുന്നതെന്ന് LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. കാര്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ, അതോടൊപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അതിദാരിദ്ര്യ വിമോചനം ഉൾപ്പെടെയുള്ള കരുതൽ നടപടികൾ, അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്ത് ഭരണത്തിലിരുന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വികസനവും സാമൂഹ്യക്ഷേമവും കരുതലും ജനങ്ങളെ അറിയിക്കുവാനുള്ള, അവരുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ജാഥയെ കാണുന്നത്. ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണിയോടൊപ്പം സഹനേതാക്കളായി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും MLAയുമായ KK ശൈലജ ടീച്ചർ, PP സുനീർ MP, മുൻ MP PK ബിജു തുടങ്ങിയവരും ഉണ്ടാകും. സ്വീകരണ സമ്മേളനങ്ങളിൽ മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, ജില്ലയിൽ നിന്നുള്ള മറ്റ് ഇടത് MLAമാർ എന്നിവരും പങ്കെടുക്കും. അമൃത ന്യൂസ്, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കേരളത്തിൽ. ഇന്നും നാളെയുമാണ് സന്ദർശനം. BJP കോർ കമ്മിറ്റി NDA യോഗങ്ങളിൽ പങ്കെടുക്കും. RSS നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും AT അശ്വതിയാണ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വതി, BJP ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യത്തെ സന്ദർശനമാണ് കേരളത്തിലേക്ക്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി അടുക്കുന്ന ഒരു സാഹചര്യമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിൽ എന്തൊക്കെയാണ് പ്രധാന അജണ്ടകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങൾക്കപ്പുറത്തേക്കൊക്കെ? അമ്പിളി, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP അല്ലെങ്കിൽ NDA സഖ്യം വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുക എന്നത് തന്നെയായിരിക്കും ഇത്തവണ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. BJP ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം ഇവിടെ കേരളത്തിൽ എത്തുന്നത് ആദ്യമായിട്ടാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കും പ്രധാന ചർച്ചയായിട്ട് വരിക. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ വിവിധ പരിപാടികൾ
ചർച്ചകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുക. അവിടെ പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ വലിയ സ്വീകരണം അദ്ദേഹത്തിന് നൽകും. അവിടെ നിന്നും നേരെ പോകുന്നത് നെടുമ്പാശ്ശേരി താജ് ഹോട്ടലിലേക്കാണ്. അവിടെ വെച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് BJP കോർ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യ യോഗം അതാണ്. അതിനുശേഷം അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലേക്കാണ് പോവുക. അവിടെ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 6000-ഓളം ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം വൈകുന്നേരം 4 മണിക്ക് നിതിൻ നബീൻ ഈ ആളുകളെയെല്ലാം തന്നെ, ഈ ബൂത്ത് പ്രസിഡന്റുമാരെയെല്ലാം തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് സംബന്ധിക്കുന്ന ഒരു പ്രധാന കാര്യം കൂടിയാണ് അത്. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് കൊച്ചിയിൽ പാലാരിവട്ടം റിനയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി ഉള്ളത്. സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുക. അതിനുശേഷം ഉള്ള NDA യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇന്ന് രാത്രി RSS പ്രാന്ത കാര്യാലയത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് RSS നേതാക്കളുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഇന്ന് തന്നെ നടക്കും എന്നാണ് അജണ്ടയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് പരിപാടികൾ നാളെയാണ് ഉണ്ടാവുക. നാളെ രാവിലെ 7:30-ക്കാണ് ആദ്യ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. കാലടി ആദിശങ്കര ജന്മഭൂമിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അതാണ് ആദ്യത്തെ പരിപാടി. അതിനുശേഷം തൃശ്ശൂരിലേക്കാണ് അദ്ദേഹം പോകുന്നത്. തൃശ്ശൂരിൽ നഗരത്തിലെ പ്രവർത്തകർക്കൊപ്പം ചുമരെഴുത്ത് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 10:30-ക്ക് തൃശ്ശൂർ ഹയാത്ത് റീജിയൻസിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതു ബജറ്റ് ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കും. ഇതിൽ പൊതു ബജറ്റിനെ സംബന്ധിച്ച് കേരളത്തിനെ അവഗണിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ ഒക്കെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം നിലപാടുകൾ പറയും. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത്, ഈ ആരോപണങ്ങളെ മറികടക്കേണ്ടത്, ആക്ഷേപങ്ങളെ മറികടക്കേണ്ടത് എന്ന കാര്യവും പ്രധാനമായും ഇന്ന് ചർച്ചയിലുണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിക്ക് BJP ജില്ലാ ഓഫീസിൽ നടക്കുന്ന തൃശൂർ നിയമസഭാ മണ്ഡല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ടോടെ ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. ഇതാണ് 2 ദിവസത്തെ ദേശീയ അധ്യക്ഷന്റെ പരിപാടികളായിട്ടുള്ളത്. ഇതിൽ BJP കോർ കമ്മിറ്റി യോഗം, അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം, അതല്ലാതെ NDA യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ പുറത്ത് ഉള്ളത് RSS കാര്യാലയത്തിൽ അദ്ദേഹം പോകും. അവിടെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ്. ഇതാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുള്ളത്. ഒപ്പം തന്നെ ബജറ്റ് ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്പിളി, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനമാണ്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന അജണ്ട. BJP കോർ കമ്മിറ്റി, NDA യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട RSS നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും AT അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സിനിമാ നടന്റെ കാറിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് സാരമായ പരിക്കേറ്റു. നടൻ മണിയംപിള്ള രാജുവിന്റെ കാറിടിച്ചാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം വഴുതക്കാട് ശ്രീമൂലം ക്ലബിന് സമീപം ഇന്നലെ രാത്രി 9:30-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. ബൈക്ക് യാത്രക്കാരായ നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ബൈക്ക് യാത്രക്കാർക്ക് സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വാഹനം നിർത്താതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? അമ്പിളി, ഞാനിപ്പോൾ നിൽക്കുന്ന ട്രിവാൻഡ്രം ക്ലബിന്റെ മുൻവശത്താണ്. ഈ ട്രിവാൻഡ്രം ക്ലബിൽ നിന്നാണ് ആ വാഹനം ഇറങ്ങി വന്നത്. മണിയൻപിള്ള രാജു ഓടിച്ചിരുന്ന വാഹനമാണ്. അദ്ദേഹം അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം വോൾവോ വാഹനം, അത് അവിടെ നിന്ന് ഇറങ്ങി വരികയും ഇതുവഴി കടന്നു വന്ന, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തു കൂടി കടന്നു വന്ന ബൈക്ക്, ബുള്ളറ്റ് ബൈക്കാണ്. ബുള്ളറ്റ് ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. അവിടെ നിന്നും, ഈ ക്ലബിൽ നിന്നും വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്താണ് ഈ ബുള്ളറ്റിൽ ഈ കാർ ഇടിക്കുന്നത്. അതിനുശേഷം ഈ വാഹനം നിർത്താതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പേർക്ക് പരിക്കേറ്റിരുന്നു. നിവേദ് കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനുമാണ് പരിക്കേറ്റത്. സിനിമ
സിനിമാ നടന്റെ കാറിടിച്ച് 2 ബൈക്ക് യാത്രക്കാർക്ക് സാരമായ പരിക്കേറ്റു. നടൻ മണിയംപിള്ള രാജുവിന്റെ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥിരീകരണം വരുന്നുണ്ട്. അദ്ദേഹം തന്നെയായിരുന്നു ആ വാഹനം ഓടിച്ചത്. തിരുവനന്തപുരം വഴുതക്കാട് ശ്രീമൂലം ക്ലബിന് സമീപം ഇന്നലെ രാത്രി 9:30-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. ബൈക്ക് യാത്രക്കാരായ നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർക്ക് സാരമായ പരിക്കാണ് ഏറ്റത്. ഈ വാഹനം ഇടിച്ചിട്ടും ബൈക്ക് യാത്രക്കാരെ ഇടിച്ചിട്ടും നിർത്താതെ പോയി എന്നുള്ളതാണ്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. രജിത്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക ആണവ ചർച്ച ഇന്ന് മസ്കറ്റിൽ. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങിയതോടെയാണ് തീരുമാനം. ഒമാൻ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ നയതന്ത്ര നീക്കവും നിർണായകമായി. യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ നടക്കുന്നത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീക്കാനും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ചർച്ചകൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ യോഗത്തിലുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. US ആവശ്യപ്പെടുന്നതുപോലെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് ഇറാന്റെ പക്ഷം. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്താനും ഇറാൻ ഒരുക്കമല്ല. ആണവ വിഷയത്തിന് പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, മേഖലയിലെ പ്രോക്സി സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ, ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ എന്നിവയും ചർച്ചയിൽ ഉൾപ്പെടാമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനുമുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കമായാണ് ചർച്ചയെ കാണുന്നത്. തുർക്കിയിൽ നടത്താനിരുന്ന ചർച്ച മസ്കറ്റിലേക്ക് മാറ്റണമെന്ന ഇറാന്റെ നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചതോടെയാണ് ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയാണ് ചർച്ച ആരംഭിക്കുക. ചർച്ചകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് അമൃത TV. ലൈംഗികാരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, ഇന്നലെ ഈ ഷിംജിത 6 മണിവരെ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം കോടതിയിൽ നിന്ന്? കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ഷിംജിതയും അതേപോലെ തന്നെ ഷിംജിതയുടെ കുടുംബവും അഭിഭാഷകനും എല്ലാം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഷിംജിതയെ കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 മണിക്കൂർ നേരത്തേക്ക് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 5 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വിട്ടത്. അതിന് പ്രതിവാദം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെളിവുകളെല്ലാം മുമ്പേ ഹാജരാക്കിയതാണ്. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം ഷിംജിതയുടെ സഹോദരൻ മുൻപ് തന്നെ മെഡിക്കൽ കോളേജ് പോലീസിന് മുമ്പിൽ ഹാജരാക്കിയതാണ്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ സ്വീകരിക്കുന്നതെന്നുമുള്ള കാര്യമാണ് പ്രതിഭാഗം വക്കീൽ പ്രധാനമായും കോടതിയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷിംജിതയെ 5 മണിവരെ ഇന്നലെ വൈകിട്ട് 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ശേഷം വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷിംജിത മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, താൻ ഇപ്പോഴും ആ ആരോപണത്തിൽ, ലൈംഗിക ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നുമില്ലാതെ താൻ ഒന്നും പറയില്ലല്ലോ എന്നുള്ള കാര്യം അത്രമാത്രം കോൺഫിഡൻസോട് കൂടിയാണ് ഷിംജിത പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷിംജിത ഉള്ളത് എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. ഇപ്പോൾ നിലവിൽ മഞ്ചേരി സബ് കോടതിയിലാണ് ഷിംജിതയുള്ളത്. എന്തായാലും ഇന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ശരി, ലൈംഗികാരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ നേരത്തേക്ക് ഷിംജിത പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഏത് രീതിയിലായിരിക്കും ഈ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുക എന്നൊക്കെ ഇന്ന് അറിയാൻ സാധിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ ഗിരീഷ്. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടരുന്നു. ജനകീയ സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ കുക്കി മേഖലകളിൽ വൻ സംഘർഷം. ഉപമുഖ്യമന്ത്രി നെംച കിപ്ചൻ അടക്കം മന്ത്രിസഭയിൽ ചേർന്ന 3 MLA-മാരെ കൊലപ്പെടുത്തുന്നുവെന്നവർക്ക്
ഇനാം പ്രഖ്യാപിച്ച് കുക്കി സായുധ സംഘങ്ങൾ. നിലവിലെ ഉപമുഖ്യമന്ത്രിയെ വകവരുത്തിയാൽ 20 ലക്ഷം പാരിതോഷികം നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇന്ന് കുക്കി മേഖലകളിൽ സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ചുരചന്ദ്പൂർ കേന്ദ്രീകരിച്ച് ഇന്ന് പ്രതിഷേധ റാലിയും നടക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ സങ്കീർണമായതോടെ കൂടുതൽ സുരക്ഷാ സേനയെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പുതിയ സർക്കാരിൽ നിന്ന് ഉപമുഖ്യമന്ത്രി അടക്കം കുക്കി അംഗങ്ങൾ രാജിവെച്ച് പുറത്തു വരുന്നതുവരെ പ്രതിഷേധത്തിനാണ് വിവിധ സംഘടനകളുടെ ആഹ്വാനം. 1 വർഷം നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് അവസാനം കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ മുഖ്യമന്ത്രിയായി മെയ്തേയ് വിഭാഗക്കാരനും BJP നേതാവുമായ യുമാൻ ഖേംചന്ദ് അധികാരമേറ്റത്. 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കുക്കി MLA-മാർ സർക്കാരിൽ ചേർന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് കുക്കി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആലപ്പുഴ KSRTC എടത്വ ഡിപ്പോയിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ബസ്സിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ യാത്രക്കാരനെ തെരുവ് നായ കടിച്ചു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. എടത്വ സ്വദേശിയായ തോട്ടുമാലിച്ചിറ വീട്ടിൽ TK നടരാജന്റെ കാലിലാണ് നായയുടെ കടിയേറ്റത്. ഇയാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു, ചികിത്സ നൽകി. ബസ് ഡിപ്പോ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ യാത്രക്കാരിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് തെരുവുനായകളുടെ സാന്നിധ്യം കൂടുന്നതായും യാത്രക്കാരും ജീവനക്കാരുമൊക്കെ ആരോപിക്കുന്നു. ഇത് നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമൊക്കെ ശക്തമാകുകയാണ്. ഒരു പട്ടി ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങനെ വിപണിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെയും വിപണിയിൽ നഷ്ടമായിരുന്നു. ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുത്താണ് ഇന്നലത്തെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പന തുടരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനവും നമ്മുടെ വിപണിയിലുണ്ടായി. വരും ദിവസങ്ങളിലും വിപണിയിൽ സമ്മർദ്ദം ഉണ്ടാവും. ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗത്തിൻ്റെ പരിസമാപ്തിയാണ്. അതിൻ്റെ പ്രഖ്യാപനം ഇന്നുണ്ടാവും. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനി പലിശ നിരക്കുകൾ കുറവാവുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലകളിലും മറ്റ് മേഖലകളിലും ഒരു ഉണർവുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ വളർച്ചയെക്കുറിച്ചും രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിനെക്കുറിച്ചും ഉള്ള കാഴ്ചപ്പാട് വളരെ പ്രധാനം തന്നെയാണ്. ഒപ്പം തന്നെ രാജ്യത്ത് പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ട ലിക്വിഡിറ്റി മെഷേഴ്സ് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അതും വിപണിക്ക് പ്രോത്സാഹനമാകും. ഒപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രോത്സാഹനമാകുന്ന കാര്യമാകും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ തുടരാനാണ് സാധ്യത. 2 ദിവസം അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വീണ്ടും വിപണിയിൽ ഇന്നലെ വിൽപ്പനയിലായിരുന്നു. 2000 കോടിക്ക് മുകളിലാണ് ഇന്നലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുണ്ടായത്. 25,800 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ തുടർച്ചയായ ഒരു മുന്നോട്ടുള്ള നീക്കം പ്രതീക്ഷിക്കേണ്ടുള്ളൂ. മറിച്ചാണെങ്കിൽ താഴെ 25,450 എന്ന നിലവാരത്തിലാണ് ശക്തമായ അടിത്തറയുള്ളത്. അതിന് താഴേക്ക് നീങ്ങാത്തിടത്തോളം കാലം ഈ ഒരു നിലവാരത്തിൽ നീങ്ങാനാണ് സാധ്യത. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ടതിന് ശേഷമുള്ള ഒരു നീക്കം, മുന്നോട്ടുള്ള നീക്കം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, ഓഹരി വിപണിയിലെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ്. ക്യാൻസർ രോഗികൾക്കായി 2 കോടി രൂപയുടെ പദ്ധതിയുമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ. നിർധന കുടുംബങ്ങളിലെ ക്യാൻസർ രോഗികൾക്ക് അവശ്യ മരുന്നുകൾ നൽകുന്ന പദ്ധതിക്കാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ തുടക്കമിട്ടത്. സംസ്ഥാനത്തുടനീളം ക്യാൻസർ ബാധിതരായ 1000-ഓളം ആളുകൾക്ക് 20,000 രൂപയുടെ മരുന്നുകളാണ് പദ്ധതി വഴി വിതരണം ചെയ്യുക. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ചക്കോളാസ് പവലിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര താരം മമത മോഹൻദാസ് മുഖ്യാതിഥിയായി. കുട്ടികളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി തൃശൂരിൽ അത്യാധുനിക ആശുപത്രി സംവിധാനം ഒരുക്കുമെന്നും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് പറഞ്ഞു. 500 പേർക്കുള്ള പദ്ധതിയായിരുന്നു. അത് പിന്നെ അനൗൺസ് ചെയ്യുന്ന സമയപ്പോഴേക്കും 1000ആയി. ഇപ്പോൾ 1000-നും മേളിൽ അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. 1000 എന്നല്ല, വളരെ വലിയ നമ്പർ വന്നിട്ടുണ്ട്. അതെന്തുമാത്രം ഇൻക്രീസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ലോങ് റണ്ണിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ പണിയാൻ പ്ലാനുണ്ട്. അത് ഈ അടുത്ത് തന്നെ അത് അനൗൺസ് ചെയ്യും. ഈ ഒരു
വലിയൊരു വടുവൃക്ഷമായിട്ടുണ്ട്. നമ്മൾ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, പിന്നെ സ്ത്രീ ശാക്തീകരണം, പ്രകൃതി സംരക്ഷണം, ഈ വിദ്യാഭ്യാസം, ഈ മേഖലകളിലൊക്കെ നമ്മൾ ചാരിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 500 വീടോളം നമ്മൾ പണിതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഭാരതീയ സംസ്കാരം തിരിച്ചറിയാതെ പോകുന്നത് പെറ്റമ്മയെ അറിയാതെ പോകുന്നതിന് തുല്യമാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. സംസ്കാരം നിലനിർത്താൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. അമൃതപുരി ആശ്രമത്തിൽ യൂത്ത് ഫോർ നേഷൻ കേരള ലക്ഷദ്വീപ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അമ്മ. സംസ്കാരത്തെ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിൽ എത്തുന്നതെന്നും യുവതലമുറ രാഷ്ട്ര നിർമ്മാണത്തിൽ സജീവ പങ്കാളികളാകണമെന്നും യൂത്ത് ഫോർ നേഷൻ കേരള ലക്ഷദ്വീപ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. യുവാക്കളെ, കുഞ്ഞുങ്ങളെ മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും സംസ്കാരം മനസ്സിലാക്കുമ്പം ആ കാരുണ്യം രാജ്യത്തോടും ഉണ്ടാവും. പല പല വേഷങ്ങളിൽ, സംസ്കാര രീതിയിൽ, ആചാരങ്ങളിൽ ഒക്കെ ഉള്ളതാണ് ഇപ്പം ഭാരതം. ഒരു മഴവില്ല് പോലാണ് ഭാരതം. നമ്മളുടെ ഈ സംസ്കാരം നമ്മളെ പുനർജന്മമാണ് നമ്മളിൽ ജനിപ്പിക്കുന്നത്. നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാലും ഈ സംസ്കാരത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെല്ലാം പൂർണ്ണതയുണ്ടാകും. ഭാരത മക്കളെല്ലാം ഐക്യമായി ആ മഴ പോലെ നിന്ന് രാജ്യത്തെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുണ്ട്. രാജ്യത്തെ സർവകലാശാല വിദ്യാർത്ഥികളിൽ രാഷ്ട്രം പ്രഥമം എന്ന ചിന്താഗതിയുണ്ടാക്കി രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനായി യുവാക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയേതര ദേശീയ മിഷനാണ് യൂത്ത് ഫോർ നേഷൻ. ചടങ്ങിൽ മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. യൂത്ത് ഫോർ നേഷൻ സ്ഥാപക ദേശീയ ചെയർമാൻ പ്രൊഫസർ GS മൂർത്തി, ദേശീയ ചെയർമാൻ പ്രൊഫസർ DS ചൗഹാൻ, ദേശീയ പ്രസിഡന്റ് ലഫ്റ്റനന്റ് ജനറൽ VK ചതുർവേദി, മേജർ ജനറൽ P വിവേകാനന്ദൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രഭാഷണ പരമ്പരയും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ക്യാൻസർ ചികിത്സയിൽ ഔഷധങ്ങളോളം തന്നെ പ്രാധാന്യമുള്ളതാണ് കൃത്യമായ പോഷകാഹാരം എന്ന സന്ദേശമുയർത്തി കൊച്ചി അമൃത ആശുപത്രിയിൽ ലോക ക്യാൻസർ ദിനം ആചരിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വാക്കത്തോണും പ്രത്യേക പോഷകാഹാര കിറ്റുകളുടെ വിതരണവും തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ക്യാൻസർ ദിനാചരണ ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ, പ്രശസ്ത നാടക പ്രവർത്തക ആശാദേവി TS എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നാടക പ്രവർത്തക ആശാദേവി ഏകാംഗ നാടകം അവതരിപ്പിച്ചു. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രോഗികൾക്ക് വിദഗ്ധ ഡോക്ടർമാരുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ഡോക്ടർ പ്രതാപൻ നായർ, ഡോക്ടർ ബീന KV, ഡോക്ടർ വിജയകുമാർ DK, ഡോക്ടർ വെസ്ലി M ജോസ്, ഡോക്ടർ അനൂപ് R, ഡോക്ടർ നീതു PK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, തിരുവനന്തപുരം കനകക്കുന്നിൽ വനിതകളുടെ ഒരാഘോഷം നടക്കുകയാണെന്ന് എത്ര പേർക്കറിയാം? എസ്കലേറ വനിതോത്സവം എന്ന് പേരിട്ടിരിക്കുന്ന ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് 100 കണക്കിന് വനിതകളാണ്. കരുത്താർന്ന പെൺചുവടുകൾ, കരുതലോടെ കേരളം എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന എസ്കലേറ ദി വിമൻ ഫെസ്റ്റ് കാണികൾക്ക് ആവേശമാവുകയാണ്. ജീവിതത്തിൽ തളർന്നു പോകാതെ മുന്നേറാൻ സ്ത്രീകൾക്ക് പ്രചോദനമാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന കനകക്കുന്നിൽ വനിതോത്സവം സംഘടിപ്പിക്കുന്നത്. 9-ാം തീയതിയാണ് സമാപനം. സ്ത്രീ സംരംഭകത്വം വികസിപ്പിക്കുന്നതിനുള്ള ട്രേഡ് ഫെയർ വനിതാ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ നിശാഗന്ധി കനകക്കുന്ന് പരിസരം മൊത്തം ഒരു ഉത്സവ മൂഡിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഞങ്ങൾ 140-ലേറെ സ്റ്റോളുകൾ സ്ത്രീ സംരംഭകത്വം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് ഫെയർ ഇവിടെ നടത്തുന്നുണ്ട്. ഈ ട്രേഡ് ഫെയറിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള
സ്ത്രീ സംരംഭകർ കൂടാതെ തന്നെ 11 ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സംരംഭകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ, ബാഗുകൾ, ചെരുപ്പുകൾ, വളകൾ എന്നിങ്ങനെ അനേകം വസ്തുക്കൾ ട്രേഡ് ഫെയറിൽ കാണികളെ കാത്തിരിപ്പുണ്ട്. പലതരത്തിലുള്ള ഗെയിംസും കാഴ്ചക്കാർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഗെയിംസിലും കാണികൾക്ക് സൗജന്യമായി പങ്കെടുക്കാം. വനിതോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫുഡ് കോർട്ട്. അട്ടപ്പാടിയുടെ സ്വന്തം വനസുന്ദരി ചിക്കൻ അടക്കമുള്ളവ കാണികളുടെ മനം മയക്കുമെന്ന് തീർച്ച. ഫെസ്റ്റിവലിൽ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സ്ത്രീത്വത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പെൺകരുത്തുകളുണ്ട്. സ്ത്രീത്വത്തിന്റെ ആ കരുത്തിനെ അതിമനോഹരമായി വരച്ചു കാട്ടുകയാണ് എസ്കലേറ 2026. ക്യാമറാമാൻ അഭിരാമിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് ഒരു നിർണായക യോഗം നടക്കുന്ന ദിവസം കൂടിയാണ്. അതായത് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 കുറയ്ക്കുന്നത് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന് ചേരും. സർവീസ് സംഘടനാ പ്രതിനിധികളുമായി രാവിലെ 10 ഓൺലൈനായാണ് യോഗം നടക്കുന്നത്. നേരത്തെ മാറ്റിവെച്ച യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഓരോ സംഘടനയിൽ നിന്നും ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 6 നിന്ന് 5 ആക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ഒക്കെ ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. സർവീസ് സംഘടനകൾ ഇതിനെ സ്വാഗതം ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നേരത്തെ പ്രവൃത്തി ദിവസം 5 കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരും സമരം ചെയ്തിരുന്നു. ABVPയുടെ 41ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് വെള്ളിയാഴ്ച തുടക്കമാകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, വിദ്യാർത്ഥി റാലി എന്നിവയൊക്കെ നടക്കും. സമകാലിക വിഷയങ്ങളിൽ ചർച്ചകളും പ്രമേയാവതരണങ്ങളും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 ദിവസങ്ങളിലായി കോട്ടയം മാമൻ മാപ്പിള ഹാളിലാണ് ABVP 41ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടക്കുക. ABVP ദേശീയ സെക്രട്ടറി ശ്രാവൺ ബിരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മേജർ രവി, പ്രജ്ഞാപ്രവാഹക ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സമ്മേളനത്തിന്റെ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കും. വിദ്യാഭ്യാസ മേഖലയിലെ ഭാരതീയവൽക്കരണവും വികസന കാഴ്ചപ്പാടുകളും, ദേശീയ ഗീതം, വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം, ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വർഷം, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന്റെ 50ാം വാർഷികം, RSSന്റെ ശതാബ്ദി വർഷം, പ്രൊഫസർ യശ്വന്തറാവു കേൽക്കർ 100ാം ജന്മദിന വാർഷികം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ഇവയ്ക്ക് പുറമെ PM ശ്രീ പദ്ധതിയോടെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാട്, ദേശീയ വിദ്യാഭ്യാസ നയം തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചകൾ, സാമൂഹ്യ വിഷയങ്ങളിൽ പ്രമേയാവതരണം എന്നിവയും നടക്കും. ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വന്ദേമാതരത്തിന് 150ാം വർഷം അത് ആഘോഷിക്കുന്ന ഒരു സമ്മേളനമായിരിക്കും ഈ 41 സംസ്ഥാന സമ്മേളനം. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് ഭാരതത്തിലെ പ്രതിരോധ മേഖലയിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, പ്രതിരോധങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങൾ പോലെയുള്ള, അതേപോലെ ജെൻസി ദേശീയതയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ സർവകലാശാലയിൽ ABP നേടിയിട്ടുള്ള വിജയം, അതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും. ഭാരതത്തിലെ വിദ്യാഭ്യാസ മേഖല പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ OBTL തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും, PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള, PM ഉഷ പദ്ധതി പോലെയുള്ള, ദേശീയ വിദ്യാഭ്യാസ നയം പോലെയുള്ള പല പദ്ധതികളും ഈ ഭാരതത്തിൽ വന്നുകൊണ്ട് ഭാരതത്തിലെ വിദ്യാഭ്യാസം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനവും ഭാവി പരിപാടികളും ചർച്ച ചെയ്യും. ABVP ദേശീയ തലത്തിൽ നടത്തുന്ന ഹോസ്റ്റൽ സർവേയ്ക്കും സ്ക്രീൻ ടൈം ടു ആക്ടിവിറ്റി ടൈം എന്ന ക്യാമ്പയിനും സമ്മേളനത്തോടുകൂടി തുടക്കമാകും. 14 ജില്ലകളിൽ നിന്നും യൂണിറ്റ് ഉപരി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനം, വിദ്യാർത്ഥി റാലി, യുവപ്രതിഭ പുരസ്കാരദാനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ ഇപ്പോൾ ചെന്നാൽ മനോഹരമായ ഒരു കാഴ്ച കാണാം. പെരുങ്കുളം, താമ്രപരണി നദീതീരങ്ങളിൽ വാസമുറപ്പിച്ചിരിക്കുന്ന കുറച്ച് അതിഥികളെ നമുക്കിനി പരിചയപ്പെടാം. കാടും മേടും കടലും കാട്ടാറുകളും താണ്ടി പതിവ് പോലെ അവരെത്തി. ഇനി കുറച്ചുനാൾ ഈ ചതുപ്പ് നിലങ്ങൾ ഈ ദേശാടന കിളികളുടെ സ്വൈര്യ വിഹാര കേന്ദ്രമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇരകളും അനുകൂലമായ കാലാവസ്ഥയും ആസ്വദിച്ച് അവരങ്ങനെ പാറിപ്പറക്കും.
നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ഇഷ്ടമാണ് ഈ പക്ഷികളെ. കർഷകരുടെയും കണ്ണിലുണ്ണി. ഒരുമിച്ച് വന്ന് കലപില ശബ്ദമുണ്ടാക്കി ചേറിൽ ഇരയെ പിടിച്ച് സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് കൂടുകളിലേക്ക് മടക്കം. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. സ്റ്റാർലിംഗ് അഥവാ പാസ്റ്റർ റോസസ്, മലയാളത്തിൽ പേര് പന്തിക്കാളി. ഒറ്റനോട്ടത്തിൽ നാട്ടുമൈനയോട് സാദൃശ്യം തോന്നുന്ന ഇവയ്ക്ക് റോസ് മൈന എന്നും പേരുണ്ട്. തമിഴ്നാട്ടിൽ ഇവ ചോളം കുരുവികളാണ്. ഇളം പിങ്ക് കറുപ്പ് നിറങ്ങൾ, മൂർച്ചയുള്ള കൊക്കുകൾ. കിഴക്കൻ യൂറോപ്പും വടക്കു പടിഞ്ഞാറൻ ഏഷ്യയുമാണ് ഇവയുടെ സ്വദേശം. അവിടെ ശൈത്യം കടുക്കുമ്പോൾ റോസ് മൈനകൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് പറക്കാൻ തുടങ്ങും. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച തെക്കോട്ട് കേരളം വരെയും അനുകൂലമായ പ്രദേശങ്ങളിൽ ചേക്കേറും. ഇവിടെ ചൂടുകാലം തുടങ്ങുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരിച്ചു പറക്കാൻ തുടങ്ങും. എങ്ങനെയാണ് ഇത്ര കൃത്യമായി പക്ഷികൾ ദിശ മനസ്സിലാക്കി പറക്കുന്നു എന്നത് ഒരത്ഭുതമായി അവശേഷിക്കുകയാണ് മനസ്സിൽ. ഭക്ഷണ ലഭ്യതയും കാലാവസ്ഥയുമാണ് ഇവയുടെ വരവിന്റെ പ്രധാന ലക്ഷ്യം. ചിലപ്പോൾ പ്രജനനകാലവും ഇവിടെയായിരിക്കും. തീരദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളാണ് ഇഷ്ടകേന്ദ്രം. തണ്ണീർത്തടവും കൃഷിഭൂമിയും കൂടി ചേരുമ്പോൾ ഈ ദേശാടന പക്ഷികൾക്ക് മികച്ച ആവാസ വ്യവസ്ഥ ഒരുങ്ങുന്നു. പ്രധാന ഇര വെട്ടുകിളികളും മറ്റു പ്രാണികളുമാണ്. വെട്ടുകിളികളെ ഭക്ഷിക്കുന്ന സ്റ്റാർലിങ്ങുകൾ കർഷകരുടെ കൃഷിഭൂമി സംരക്ഷിക്കുന്നു. തൂത്തുക്കുടിയിലെ ഉപ്പുപാടങ്ങളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ റോസ് മൈനകളുടെ കേന്ദ്രം. അടുത്തിടെ പെയ്ത കനത്ത മഴ ഉപ്പുപാടങ്ങളുടെ സ്വഭാവം ആകെ മാറ്റിമറിച്ചു. വെള്ളം കെട്ടിനിന്ന ഈ ഉപ്പുപാടങ്ങൾ ഇപ്പോൾ പ്രകൃതിദത്ത ജലാശയങ്ങളുടേതിന് സമാനമായി. ഇതോടെ നിരവധി പക്ഷികളുടെ കേന്ദ്രമായി മാറി ഈ പ്രദേശം. ചെറിയ മത്സ്യങ്ങളുടെയും പ്രാണികളുടെയും മറ്റ് ജലജീവികളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഇതോടെ ദേശാടന കിളികളും ഈ പ്രദേശം നോട്ടമിട്ടു. വർഷം തോറും എത്തുന്ന അതിഥികളെ കണ്ണിലെണ്ണയൊഴിച്ച് സംരക്ഷിക്കാൻ നിറയെ പ്രകൃതി സ്നേഹികളുണ്ട് ഇവിടെ. സർക്കാരുകളും ഇവയുടെ സംരക്ഷണത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അണ്ടർ-19 ലോകകപ്പിൽ കിരീട പോരാട്ടം ഇന്ന്. ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയുടെ 10ാം ഫൈനലാണ് ഇത്. തുടർച്ചയായ 6ാം തവണയാണ് ഇന്ത്യ ICC അണ്ടർ-19 ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ആവേശകരമായ സെമിയിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ എത്തിയത്. ഓസ്ട്രേലിയയെ തകർത്താണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം. മത്സരം ഉച്ചയ്ക്ക് 1 മണി മുതൽ ഹരാരയിൽ. വനിതാ പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 2ാം കിരീടം. ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി ഉയർത്തിയ 204 റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യം 4 വിക്കറ്റ് മാത്രം ലക്ഷ്യത്തിൽ മറികടന്നാണ് RCB വനിതാ IPL-ലെ 2ാം കിരീടം സ്വന്തമാക്കിയത്. 2024-ലും RCB ആയിരുന്നു ജേതാക്കളായത്. തുടർച്ചയായി 4ാം ഫൈനലാണ് ഡൽഹി തോറ്റത്. Heartiest of congratulations from the BCCI President and Secretary. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.